Hello, Assalamu alaikum. Hello, I'm audible. Okay. So next നമ്മുടെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് തുടങ്ങാണ്ടായിരുന്നത് അല്ലേ? അതിനകത്ത് മെയിൻ ആയിട്ട് 4 അപ്രോച്ചസ് അല്ലെങ്കിൽ 4 തിയറീസ് ആണുള്ളത്. നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, മോഡി ഗിലാനി ആൻഡ് മില്ലർ അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്. ഈ 4 അപ്രോച്ചസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. ഓക്കെ, ചെറിയ ഡിഫറൻസ് ആണ്. ചെറിയ ഡിഫറൻസ് മീൻസ് അതിൽ ആ ഒരു കോൺസെപ്റ്റുകളാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. So next we have to discuss about the theories of capital structure. These theories of capital structure are based on certain assumptions or the basic assumption in capital structure theories. ഈ തിയറീസ് ഒക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. അതൊന്നും നോക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ തിയറീസ് എല്ലാം വർക്ക്ഔട്ട് ആവുക. Okay, first assumption is that there is only two services of fund, that is debt and equity. There is only two sources of fund, not services. There is only two sources of fund, that is debt and equity. Okay, ഡെപ്റ്റും ഇക്വിറ്റിയും എന്ന് പറയുന്ന രണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമാണ് ഉള്ളത്. ഓക്കെ, സോ ഡെപ്റ്റ് എന്താണെന്ന് അറിയാലോ അല്ലെ, കടം വാങ്ങിച്ചത്. ദെൻ ഇക്വിറ്റി ഓണേഴ്സിന്റെ ഫണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്. സോ നെക്സ്റ്റ് അപ്പൊ നമുക്ക് ഡെപ്റ്റ് ഡിബെഞ്ചർ ആയിട്ട് എടുക്കാം. Okay, the degree of leverage can be changed by selling debt instrument to repurchase shares or sell shares to retire debt. അപ്പം ലെവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പറയുന്നത്, ലെവറേജ് എന്നുള്ള ഒരു ടേം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാവുമ്പോഴാണ് നമ്മളവിടെ ലിവറേജ് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ഡിഗ്രി ഓഫ് ലിവറേജ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സെല്ലിംഗ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് to repurchase shares or sell shares to retire debt. Okay, അപ്പൊ ഇവിടെ നമുക്ക് ലിവറേജ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് പറയുന്നത്, അത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവുന്ന സമയത്താണ് അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തുകൊണ്ട് ഷെയർസ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഷെയർസ് കൊടുത്തുകൊണ്ട് നമുക്കവിടെ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം 5 ലക്ഷം രൂപയാണെങ്കിൽ അതിൽ 5 ലക്ഷം വേണമെങ്കിൽ പിന്നെ 3 ലക്ഷം ഡെപ്റ്റും 2 ലക്ഷം ഇക്വിറ്റി ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരെ തിരിച്ചും 2 ലക്ഷം ഇക്വിറ്റിയും 3 ലക്ഷം ഡെപ്റ്റും എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റീപർച്ചേസ് ചെയ്യാം. Then the total assets of the firms are given. Total assets എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടാവും. Then next the total assets of the firm, the entire profit are distributed among two shareholders. The retainment earning will be zero. That means എത്രയാണോ ഒരു വർഷത്തിൽ ലാഭം ഉണ്ടായിട്ടുള്ളത് അത് മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ പിന്നത്തേക്ക് അത് അവിടെ മാറ്റി വെക്കണമൊന്നുമില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ, അതല്ലെങ്കിൽ ആ ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അങ്ങനെ ഒരു പർപ്പസ് ഇവിടെ ഇല്ല. ബിസിനസ്സിലുള്ള ലാഭങ്ങൾ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ്, ബിസിനസ് റിസ്ക് ഈസ് അസ്യൂംഡ് ടു ബി സെയിം അറ്റ് ഡിഫറെന്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് എന്താ പറയുന്നത്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി ബിസിനസ് റിസ്ക് എന്നാ പറയുന്നത്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പം ഇനി ഡെപ്റ്റ് ആണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും ഒക്കെ അവിടെ ഒരേ ലെവൽ മാറുന്നതിനനുസരിച്ച് ബിസിനസ് റിസ്കിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സ്, അതില്ല, കോർപ്പറേറ്റ് ടാക്സുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. വാട്ട് ഇസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്? നമ്മൾ ഷെയർസ് പർച്ചേസ് ചെയ്യുക, ഷെയർസ് സെയിൽ ചെയ്യുക ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കോസ്റ്റ് വരും അല്ലേ, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നുമില്ല. ദ കമ്പനി ക്യാൻ ഓൾട്ടർ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്തൗട്ട് എനി ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇപ്പം ഡെപ്റ്റിനെ ഇക്വിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഇക്വിറ്റിനെ ഡെപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊന്നും അവിടെ ക്യാഷ് ഒന്നും എക്സ്ട്രാ ആവശ്യം വരില്ല എന്നാണ് അവർ പറയുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദി ഫോം ഈസ് ഗിവൺ ആൻഡ് ഈസ് എക്സ്പെക്ടഡ് ടു ഗ്രോ. Then what about the operating profit? Operating profit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലെ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. സോ ദിസ് ഈസ് an operating profit of the firm is given and is expected to grow അല്ലെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഭാവിയിൽ അത് വേണമെങ്കിൽ ഗ്രോ ചെയ്തേക്കാം. ഓക്കെ, ഗ്രോ ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട്.
അപ്പം ഇത്രയും എസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസംഷൻസ് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത്രയും ഡൗട്ട് വരില്ല. ഓൾറെഡി ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും, അല്ല ഇതെങ്ങനെ ശരിയാവാം നമ്മൾ ആ ഒരു തിയറി പറയുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ടാക്സ് ഉണ്ടാവില്ലേ, ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ വരും. അതല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ഡൗട്ട്സ് വരും. അപ്പൊ അതൊന്നും ഇല്ല എന്നുള്ളതിനെ അസംഷൻസ് ആയിട്ട് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ജസ്റ്റ് ആ ഒരു അസംഷനിലൂടെ ഒന്ന് പോണം, ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. So next we can move to the net income approach. It's a very important topic, net income approach. The financial management expert Durand David had put forward this approach. So Durand David ആണ് ഈ നെറ്റ് ഇൻകം അപ്രോച്ച് എന്നുള്ളത് മുന്നോട്ട് വെച്ചത്. According to this approach, a firm can increase the value by increasing the proportion of debt is called capital structure. അപ്പം ഇയാൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമിലെ ഡെപ്റ്റ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻക്രീസിങ് ദി ഡെപ്റ്റ് വി ക്യാൻ ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ദി ഫേം, അല്ലേ? അതായത് എങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിരുന്നു. നമ്മൾക്ക് പിന്നെ റിട്ടേൺ 10% വിചാരിക്കാം. സപ്പോസ് ദ റിട്ടേൺ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് 10%. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 10% നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പം നമ്മൾ ഡെപ്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ 6% നമുക്ക് ലോൺ കിട്ടും. 6% നമുക്ക് എന്ത് കിട്ടും? ലോണ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മളെ ഈ 6% കിട്ടുന്ന ലോണ് വെച്ചിട്ട് ബിസിനസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാ കുട്ടികളെ? എത്രയാ പറഞ്ഞേ? 10% അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1,00,000 രൂപ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കെടുക്കാം. 1,00,000 രൂപ ലോൺ എടുത്തു. ഓൾറെഡി നമ്മുടെ അടുത്ത് വേറെ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. നമ്മൾ 1,00,000 രൂപ ലോൺ എടുത്തു. 6% പലിശ കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ 1,00,000 ഇൻവെസ്റ്റ് ചെയ്താലും എത്ര രൂപ റിട്ടേൺ കിട്ടും? 10,000 rupees is the return. 10%. 1,00,000ന്റെ 10% നമുക്ക് ബിസിനസ്സിൽ ലാഭം കിട്ടുന്നത്. പക്ഷെ നമ്മൾ പലിശ എത്ര അടച്ചാൽ മതി? എത്ര അടക്കേണ്ടി വരിക? പറയൂ. എത്ര അടക്കേണ്ടി വരും? 6%. ദാറ്റ് ഈസ് 6,000. അപ്പം ഈ ഇതെന്താണ്? ഈ 4,000 എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എമൗണ്ട് ആണ്, അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, പ്ലസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മേലെ കിട്ടും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് ഇവിടെ നോക്കാതെ വെറും ഡെപ്റ്റുമേ കിട്ടുന്ന ലാഭമാണ് പറയുന്നത്, അല്ലെ? 44,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ 2,00,000 രൂപയാണ് ഡെപ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. 2,00,000 രൂപ ഡെപ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ഇവിടെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും? ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ മാത്രം 20,000 കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? എത്ര ആയിരിക്കും നമ്മള് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാണ്ടാവുക? 2 lakhന്റെ 6%. ദാറ്റ് ഈസ്, മായ്ക്കാം, ഓക്കെ. എഗെയിൻ നമുക്ക് ഇവിടെ എന്തുണ്ട്? ലാഭം കൂടി കിട്ടും, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അയാൾ പറയുന്നത് എന്താണ്? നമ്മൾ എത്ര കണ്ടില്ല ഡെപ്റ്റ് കൂട്ടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് വാല്യൂ ഇൻക്രീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മനസ്സിലാവണ്ട കേട്ടോ. ഇനി അത് ഓർത്ത് വെക്കാൻ, ഞാൻ ഇടക്കിടക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂടുതലായിട്ട് കിട്ടുക. ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്?
അവരുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. നിങ്ങൾ നോക്കി, കൂടുതൽ ലാഭമുള്ള കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് അല്ലേ കൂടുതൽ ഉണ്ടാവുക അല്ലേ? കൂടുതൽ ലാഭം കിട്ടുന്ന കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കൂടും. ഇപ്പൊ നമ്മളെ ഇൻഫോസിസിന്റെ ഷെയറും അതുപോലെ തന്നെ ഇപ്പം റിലയൻസിന്റെ ഷെയറും കമ്പയർ ചെയ്യാം. അതിന്റെ മാർക്കറ്റ് പ്രൈസുള്ള വ്യത്യാസം അനുസരിച്ചായിരിക്കും. ഏതിനാണോ കൂടുതൽ ലാഭം കിട്ടുന്നത് അതിനനുസരിച്ച് അതിന്റെ മാർക്കറ്റ് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ലാഭം കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ നിങ്ങൾക്കൊരു ഗ്രാഫായിട്ട് കാണിച്ചു തരാം. നോക്കൂ, ഫോർ എക്സാമ്പിൾ നമ്മള് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് എന്തായാലും ഡെപ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും കേട്ടോ. 6% നമ്മൾ പലിശയ്ക്ക് കിട്ടുമെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതികൂടുതലായിരിക്കും അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരിക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 6-നേക്കാൾ കൂടുതലായിരിക്കും. അത് 7, 8, 10 ഇപ്പൊ നമ്മൾ പറഞ്ഞൂല്ലേ 10% ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് നമ്മളിവിടെ പറഞ്ഞു അല്ലെ. ഇനി ഡെപ്റ്റിന് നമ്മൾ കൊടുക്കേണ്ടത് ഇത്രയാണ്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. നമുക്ക് എത്ര ലാഭം ഉണ്ടായാലും നമ്മൾ അവിടെ എന്തിനെയാണ് കൊടുക്കുന്നത്? 6% തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നോക്കൂ, ഇനി നമ്മൾ ഇതിന്റെ ഡെപ്റ്റ് ഇങ്ങനെ കൂട്ടും തോറും കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് വരിക ചെയ്യാം. ഓക്കെ, അപ്പം KO എന്ന് പറയുന്നത് കോസ്റ്റ് എന്തായിരിക്കും? കുറഞ്ഞ് വരും. ദാറ്റ് ഈസ് KO, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറഞ്ഞു വരും. കോസ്റ്റ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക കുട്ടികളെ? ലാഭം കൂടും അല്ലെ. ലാഭം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അവരുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഈ നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. ഇഫ് യു ആർ യൂസിങ് മോർ ആൻഡ് മോർ ഡെപ്റ്റ്, ഇറ്റ് ക്യാൻ result in the decrease in the overall cost of capital and increase the value of the firm. കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ലാഭം കൂടുന്നുള്ളത് ഉറപ്പാണ്. അപ്പം സ്വാഭാവികമായിട്ടും ലാഭം കൂടിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ കൂടും. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലുണ്ടായാൽ മതി. എന്താണ്? KD അവിടെ കോൺസ്റ്റന്റ് ആണ്. KE നമ്മൾ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കേണ്ടത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? KE കുറഞ്ഞിങ്ങനെ വരികയാണ്, അതുകൊണ്ട് അവർക്ക് ഇവിടെ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ KO എന്തായി? ഓവറോൾ കോസ്റ്റ് അത് കുറഞ്ഞു വരും. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡെപ്റ്റിനും എല്ലാം കൂടെ വരുന്ന കോസ്റ്റ്. ക്ലിയർ ആയത്? ക്ലിയർ? ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? ഇഫ് യു ആർ റെഡ്യൂസിങ് ദി ഡെപ്റ്റ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? കോസ്റ്റ് കൂടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. നെറ്റ് ഇൻകം അപ്രോച്ചിനാണെങ്കിലും കുറച്ച് അസംഷൻസ് ഉണ്ട്, അതൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് നമുക്ക് ശരിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ആദ്യം കുറച്ച് അസംഷൻസ് പറഞ്ഞു അല്ലെ. അതിന് പുറമേ നമുക്കത് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെയാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ വരുന്നത് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും അല്ലെ. ഇൻകം കൂടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ കൂടുകയൊന്നുമില്ല, കൂടുതൽ ടാക്സ് ആണ് പോകുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് അപ്പൊ ഇവിടെ ടാക്സ് ഇല്ല എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 10%-ന് താഴെയായിരിക്കും. സോ ഡെപ്റ്റ് ഈസ് ദി ചീപ്പർ സോഴ്സ്. നമ്മൾ കടമായിട്ട് എടുക്കുമ്പം അതിന് കൊടുക്കേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് വളരെ നമ്മുടെ ഇക്വിറ്റീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ
കുറവാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ കുറവാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഒരു റിട്ടേൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ദ നെക്സ്റ്റ്, ഇൻവെസ്റ്റർ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദി റിസ്ക് ഡ്യൂ ടു ദി യൂസ് ഓഫ് ഡെപ്റ്റ്. ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദി റിസ്ക്. എന്താണ് ഡ്യൂ ടു ദി യൂസ് ഓഫ് ഡെപ്റ്റ്? എന്താ അവിടെ പറയുന്നത്? കൂടുതൽ കൂടുതൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കിയാണ്. അതിനെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിന് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഒരു സ്ഥാപനം ഇപ്പൊ നമുക്കൊക്കെ തന്നെ അറിയാമല്ലോ. ഇപ്പം ജസ്റ്റ് നമ്മളൊരു എക്കണോമിക്കലായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ കൂടുതൽ കൂടുതൽ ലോണുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നാഷന് വേണ്ടിയിട്ടാണെങ്കിൽ ADBയിൽ നിന്ന് ഒക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ലോൺ എടുക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് മോർ റിസ്കി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? അപ്പം അതിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല, ഇൻവെസ്റ്റേഴ്സിന് അറിയില്ല. ഈ കമ്പനി കൂടുതൽ കൂടുതൽ കടം എടുക്കുമ്പം അത് റിസ്ക് കൂടുതലാണ് എന്നുള്ള ഒരു ധാരണ ഇൻവെസ്റ്റേഴ്സിന് ഇല്ല. ഈ 3 അസംഷൻ ഉണ്ടെങ്കിൽ മാത്രമുള്ള ഈ നെറ്റ് ഇൻകം അപ്രോച്ച് ശരിയാവുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻകം അപ്രോച്ച് നമുക്കത് ക്ലിയർ ആവാൻ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നമ്മളിതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാന്ന് പറഞ്ഞുതരാം. എനിക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് അത്രയും ആവശ്യമില്ല, എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ഞാനത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം കണ്ടുപിടിക്കണം. എന്ത് ഫോം? ആ ഒരു ടോട്ടൽ, ആ ഒരു സ്ഥാപനത്തിന്റെ വാല്യൂ അല്ലേ, ടോട്ടൽ ആയിട്ട് ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത് S+D ആണെന്ന് പറയാം. ഓക്കെ, സോ V is the value of the firm, S is the market value of equity and D is the value of debt. ഇത് ഇത്ര ഓർത്തുവെച്ചാൽ മതി. ആ ഒരു ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ പ്ലസ് ഡെപ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ. ഞാൻ എനിക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഒരു ഷെയറിന് വില 100 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 100 രൂപയ്ക്ക് നമ്മൾ ഷെയർ വാങ്ങിച്ചു. ഓക്കെ, ഞാൻ ഈസി കാൽക്കുലേഷന് വേണ്ടി നമ്മൾ 10 ഷെയർ ആണ് വാങ്ങിച്ചത്. നമ്മൾ എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവും അപ്പോൾ ഈ 10 ഷെയറിന് വേണ്ടിയിട്ട്? ഹൗ മച്ച് വി വിൽ ബി ഇൻവെസ്റ്റിംഗ്? വി പർച്ചേസ്ഡ് 10 shares costing ₹100. X എന്ന് പറയുന്ന കമ്പനി 1000 രൂപ മുടക്കിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ പറയുന്നത് ശ്രദ്ധിക്കേട്ടോ, കാരണം ഇതൊക്കെ ബേസ് മനസ്സിലായാലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എഴുതി പിടിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം, കമ്പനിയുടെ ലാഭം കൂടുകയാണെങ്കിൽ ഷെയറിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. മാർക്കറ്റിൽ പിന്നെ പോയാൽ നമുക്ക് 100 രൂപയ്ക്ക് ആ ഷെയർ കിട്ടില്ല. ഓൾറെഡി അതിന്റെ ആ ഒരു ബേസ് എനിക്ക് അറിയുമെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. കമ്പനീസ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ അതിനൊരു കണക്കുണ്ടായിരിക്കും, മാക്സിമം ഇത്ര ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പൊ അതിലൊരു പാർട്ട് ചിലപ്പം ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇഷ്യൂ ചെയ്യും. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ, റൈറ്റ്. അങ്ങനെ ഇഷ്യൂ ചെയ്ത സമയത്ത് ഒരു ഷെയറിന് 10 രൂപയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്തു? 100 ഷെയർസ് വാങ്ങിച്ചു. അപ്പൊ എത്ര രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും? 1000 രൂപ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലേ? ഇനി കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. ഇനി എന്താ ചെയ്യുന്നത്? കമ്പനി ഇപ്പം ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. ഇനി ഇഷ്യൂ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ ഇഷ്യൂ ചെയ്യുള്ളൂ. എന്തെങ്കിലും എക്സ്പാൻഷനോ മോഡേണൈസേഷനോ ഒക്കെ വരുമ്പോഴേ ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ ഇനി ഇഷ്യൂ ചെയ്യാൻ ഷെയർസ് ഇല്ല എന്നുള്ളതും അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് എവിടെയാണ് വരുന്നത്? ഇനി ഒരാൾക്ക് ഷെയർ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നാണ് കിട്ടുക. എങ്ങനെയായിരിക്കും? അവിടെയാണ് ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഷെയർ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് മുഖാന്തരം വിൽക്കാം. വേറൊരാൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ മാർക്കറ്റ് മുഖാന്തരം വാങ്ങിക്കാം. ഇതാണ് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പം സാധാരണ ആളുകൾ ചെയ്യുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വില കൂടുന്ന സമയത്ത് അവരിത് വിൽക്കും. ഇപ്പൊ 100 രൂപയ്ക്ക് വാങ്ങിയതാണ്, കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടായി. ഷെയറിന്റെ വില ഇപ്പം മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിന്റെ വില എന്ന് പറയുന്നത് 300 രൂപയാണ്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ 300 ഷെയർസ് കൊണ്ടിട്ട് വിൽക്കും. നമ്മൾ പറയേണ്ട ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല എന്നൊക്കെ പറയണ്ടേ. ശരിക്കും ഇവിടെ വിൽക്കുന്ന സമയത്ത് ബ്രോക്കറേജ് ഒക്കെ അടക്കേണ്ടി വരും കേട്ടോ. അപ്പൊ എനിക്ക് 3000 രൂപ കിട്ടി. മനസ്സിലായോ? ക്ലിയർ ആണോ?
ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതിനുള്ളൊരു ഇതാണ് ഞാൻ ചോദിക്കുന്നത്. സിറ്റ് ക്ലിയർ. ഓക്കെ, സോ എനിവേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? വിറ്റു അല്ലേ? ഇനി ഇതിൻ്റെ വില കുറയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞിട്ട് ഒരു 80 ആയി വന്നു. ഷെയറിൻ്റെ വില കുറഞ്ഞിട്ട് 80 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ഷെയർ വാങ്ങിക്കും അല്ലെ? 800 രൂപയ്ക്ക് വാങ്ങിക്കും. വീണ്ടും ഷെയറിന്റെ വില കൂടുന്ന സമയത്ത് എന്ത് ചെയ്ത്? വീണ്ടും കൊണ്ട് വിൽക്കും അല്ലെ? അങ്ങനെ 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 ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് കിട്ടും? അവർക്കൊരു ലാഭം കിട്ടും. ഇതാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ദ വാല്യൂ ഓഫ് ദി ഫോം ആസ് പെർ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് V = S+T ആണ്. V എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി ഫോം. S is the market value of equity. മാർക്കറ്റ് വാല്യൂ മനസ്സിലായല്ലോ? ഓക്കെ. Then D is the market value of debt. അതായത് ആ ഡെപ്റ്റ് എത്രയാണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്രയാണ് ടോട്ടൽ നമുക്ക് കടമായിട്ടുള്ളത്. സോ ഇവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഇക്വിറ്റീൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് NI ഡിവൈഡഡ് ബൈ KE. NI എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എങ്ങനെയാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കണ്ടുപിടിക്കുക? സപ്പോസ് നമുക്ക് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എല്ലാം ചെയ്തിട്ട് എല്ലാ ഇൻകംസും എടുത്ത് എക്സ്പെൻഡിച്ചർ എല്ലാം കുറച്ചതിൻ്റെ ശേഷം, എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സാലറി, ഡേ ടു ഡേ എക്സ്പെൻസ് എല്ലാം കുറച്ചതിൻ്റെ ശേഷം നമുക്കവിടെ ഉള്ളതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT എന്ന് പറയും. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പോൾ ഒരു ഫേമിന് 5 lakh rupees ആണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഉള്ളത് എന്ന് വിചാരിക്കുക. അത് ആദ്യം എന്ത് ചെയ്യണം? പിന്നെ ഈ EBITന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കണം അല്ലെ? ഇൻട്രസ്റ്റ് ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തു, ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കുറക്കണം. സപ്പോസ് അവിടെ ഒരു 1 ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് വിചാരിക്കുക. സോ ദി ബാലൻസ് ഈസ് 4 lakh. ഈ 4 lakh നമുക്ക് പിന്നെ ഈ 4 lakhൽ നിന്നാണ് നമ്മൾ ടാക്സ് കുറയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടാക്സ് ഇല്ല എന്നാണ് അല്ലേ? ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പകുതി ടാക്സ് ആയിട്ട് കൊടുക്കും. 50% ടാക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി ടാക്സ് ആയിട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ ടാക്സ് ഇല്ല. അപ്പൊ ഓൾറെഡി ഇവിടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 4 lakh ആണ്. ദാറ്റ് ഈസ് ദ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ നെറ്റ് ഇൻകം അപ്രോച്ചിൽ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ 4 lakh ഈസ് ദ നെറ്റ് ഇൻകം. സോ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ KE, that is the equity capitalization rate. It will be given in the question. That is the equity capitalization rate is 10%. Later I said an example. In that case we take 10%. Like that, K is the equity capitalization rate, or we can say cost of equity. So market value of equity calculate and S equal NI divided by KE. So നമ്മൾ ഇവിടെ ഫോമിന്റെ കണ്ടു, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടു. ദെൻ ഓവറാൾ കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദി ഫോം ചെയ്താൽ മതി. ഓക്കെ, EBIT എന്താണെന്ന് അറിയാലോ? ദിസ് ഇസ് ദ EBIT. ദെൻ വി ഓൾറെഡി ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് ദി ഫോം ഹിയർ. സോ EBIT divided by value of the firm will give you overall cost of the capital. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ കയറിയിട്ട് ചോദിക്കുക. ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. നോക്കൂ, ബിഫോർ പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് XYZ Limited is expecting an annual earning of ₹4 lakh. Okay, before paying interest and tax, that is EBIT. Before paying interest and tax means earning before interest and tax. So it is given that EBIT equals 4 lakh. Okay, EBIT equals 4 lakh. Next,
The company has incurred 16 lakh the company has included 16 lakh as debentures. So the debentures is 16 lakh. That is the debt to capital is 16 lakh. Kadam vaangichadu 16 lakh. So the interest to be given is 10%. We have to give 10% on 16 lakh every year. അവരുടെ പലിശ എന്ന് പറയുന്നത് 16,00,000 നമ്മൾ എല്ലാ വർഷവും പലിശയായിട്ട് കൊടുക്കണം. Then the cost of equity or capitalization rate is 12.5. അല്ലേ, നമ്മൾ പറഞ്ഞു ഡെപ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12.5 ആണ്. Calculate the value of firm according to net income approach. Then also what will be the overall cost of capital of XYZ Limited? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട് 4 lakh. ലെസ് ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കണം 16 lakhന്റെ 10%. We have to deduct the interest, that is 10% of 16 lakh, that is 1,60,000. So the earning available to equity shareholders, that is the net income, is 2,40,000. That is 4 lakh minus 1,60,000. We have to deduct here the interest. That is 2,40,000. That is the earning available to equity shareholders. Okay. Next, we have to find the market value of equity. What is the equation for finding out the market value of equity? Net income divided by cost of equity. It is given that cost of equity is 12.5%. So the market value equal to net income, that is 2,40,000 divided by 12.5%. That is 12.5 into 100. So we will get the market value as 19,20,000. Next, it is given in the question that the market value of debt or the total debt is 16 lakh. We can add this with the market value of debt. That is, what is that? Market value of equity plus market value of debt will give you total value of the firm. നമ്മൾ പഠിച്ചു അല്ലേ, വാല്യൂ ഈക്വൽ ടു എസ് പ്ലസ് ഡി എന്ന് പഠിച്ചില്ലേ? നമ്മൾ എസും ഡിയും കൂടെ ആഡ് ചെയ്തു. സോ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം കിട്ടി. Then next we have to find the overall cost of capital. What is the equation for overall cost of capital? Overall cost of capital equals EBIT divided by value of the firm. Here the EBIT is 4 lakh divided by 35,20,000 is the value of the firm into 100. Who is that, Abdul Haq? Is it your brother? So that is 11.36. 11.36 is the overall cost of capital. അപ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ അല്ല, we do not want the calculation, but we have to know how we have to compare this with another question. Okay, so here the debt is rupees 16 lakh. So we received the overall cost of capital as 11.36. Okay, I'm comparing this with another question. Listen, we are taking the same example and assuming that the firm decides to raise a further 4 lakh by issue of debentures. That is, then now the debt is rupees 16 lakh plus 4 lakh. കമ്പനി ഒരു 4 ലക്ഷം കൂടെ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പം സെയിം പ്രൊസീജിയർ തന്നെയാണ്. കമ്പനി ഡെപ്റ്റ് കൂട്ടി, അപ്പോൾ ആ ഡെപ്റ്റിന്റെ കാൽക്കുലേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ അവിടെ ചേഞ്ചസ് വരുത്തണം. സോ ലിസൺ, here EBIT, there is no change in EBIT, it is 4 lakh.
we have to deduct the interest. ഇപ്പം അവിടെ 4 lakh കൂടെ കൂട്ടിയപ്പോൾ 16 lakh plus 4 lakh is the debt now. So that is 20 lakh. 20 lakh into 10%, 2 lakh നമ്മുടെ interest കുറച്ചു. So the earnings available to equity shareholders is 2 lakh. Next, market value. We have to find out the market value of equity. Market value of equity is 2 lakh divided by 12.5%. That is NI divided by K is 16 lakh. We can add the debt to rupees 20 lakh here. So the total value of the firm is 36 lakh. 36 lakh. Next. Okay. Overall cost of capital equals CBIT divided by value of the firm. You look here, the overall cost reduces to 11.11. 11.11. Now the overall cost of capital is 11.11. But the later piece, it was 11.36. ആദ്യം നമുക്ക് 11.36 ആയിരുന്നു. പക്ഷെ വീണ്ടും നമ്മളൊരു 4 ലക്ഷം ഡെപ്റ്റ് കൂടിയപ്പോൾ നമ്മുടെ കോസ്റ്റ് 11.11 ആയിട്ട് കുറഞ്ഞു വന്നു. കോസ്റ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ മീനിങ്? പ്രോഫിറ്റ് കൂടി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഇൻകം കൂടി, മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ് ഇൻക്രീസ് ചെയ്തു, വാല്യൂ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്തു എന്നൊക്കെയാണ് അല്ലേ? അപ്പൊ ഇവിടെ കോസ്റ്റ് വരും. സോ വാട്ട് ക്യാൻ ബി കൺക്ലൂഡ് ഫ്രം ദിസ്? ബൈ ഇൻക്രീസിങ് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, it can be seen that overall cost of capital goes on decreasing because of cost of debt is cheaper than cost of equity. So that is the conclusion from net income approach. If we are increasing the debt, we can decrease the overall cost and thereby increase the value of shares because debt is a cheaper source. അതായത് നമ്മൾ ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് അത് സാധിക്കും, അങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നെറ്റ് ഇൻകം അപ്രോച്ച്, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ദർ എനി ഡൗട്ട്സ്? Anyone, please respond. Nawaz, Salil, Muhammad, Abdul Haq, etc. I mean, already netting. Is it clear? Yeah, ma'am. Okay. I think no one is not here. That's why you are not responding. Okay. So next we have to discuss about the next approach, second approach, that is net operating income approach. Really, this is the just opposite of net income approach. Net operating income approach is an opposite of net income approach. According to this approach, the value of firm is independent of its capital structure. The overall capital structure is unchanged irrespective of the dose of debt capital. ഇവിടെ പറയുന്നത് നമ്മൾ ഡെപ്റ്റ് കൂട്ടി എന്നുള്ളത് കൊണ്ട് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് ഇവരൊരു റീസൺ പറയുന്നുണ്ട്. നമ്മൾ ഡെപ്റ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഡെപ്റ്റ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് കൂടും. നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തു അവിടെ റിസ്കിൽ മാറ്റം വരുന്നില്ല എന്നല്ലേ. അങ്ങനെ റിസ്ക് കൂടുകയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദി ഡെപ്റ്റ്, ദ റിസ്ക് വിൽ ഇൻക്രീസ്. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദി ഡെപ്റ്റ്, ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ റെഡ്യൂസ്. നമുക്ക് നല്ല റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവോ? വി ആർ നോട്ട് വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഇൻ എ സെക്ടർ വിത്ത് മോർ റിസ്ക് അല്ലെ. കൂടുതൽ കടം വാങ്ങിക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ റിസ്ക് ആണ്, അതുകൊണ്ട് അവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ എന്ത് കുറയുന്ന പറയുന്നത്? ഇക്വിറ്റീൻ്റെ കോസ്റ്റ് കൂടും എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. റിസ്ക് കൂടുമ്പം ഇക്വിറ്റീൻ്റെ കോസ്റ്റ് കൂടും. ഇവിടെ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം എങ്ങനെയാണ് വരിക? ദിസ് ഇസ് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ദിസ് ഇസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ്
equity. This is the overall cost of equity. Sorry, this is the overall cost, not cost of equity. It will be constant. But what about the cost of equity? The cost of equity start to decline. Not to decline, cost of equity start to increase. Net operating income approach, the cost of equity big start to increase. It will increase. What's the reason for increasing the cost of equity? If you are depending on more debt, the cost of the risk of equity shareholders will increase. Thereby, the cost will increase. Okay. So, നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞത് എങ്ങനെയായിരുന്നു? അതൊന്ന് ഞാനിവിടെ വരച്ച് കാണിക്കാം. നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞത്, this is the cost of debt. Net income approach, this is the cost of debt. This is the cost of debt. Then this is the cost of equity. It is constant. We said the cost of equity is constant. There is no change in the equity cost, and the overall cost will decrease. Overall cost will decrease. Okay, so compare these two. In the case of net income approach, they say that the cost of debt and cost of overall cost will remain constant. But if you are taking more debt, the cost of equity will increase. Is it clear? Clear ആയോ? നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ആശ്രയിക്കുന്ന സമയത്ത് ഓവറോൾ കോസ്റ്റിൽ അവിടെ വ്യത്യാസം വരില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പം ഡെപ്റ്റ് ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ട് തന്നെ, പക്ഷെ ഇവിടെ പിന്നെ ഓക്കെ, ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ റിസ്ക് കുറയുന്നത് കൊണ്ട് തന്നെ ഡെപ്റ്റിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഇക്വിറ്റീന്റെ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. Okay, so listen. Theory says that increase in the employment of debt capital increase the expected return by the shareholders. The benefit of using cheaper debt fund is offset by loss arising due to the increasing the cost of equity. Even though we are receiving benefit from debt, we have a loss. We have to take more risk, so the cost of equity will increase. അല്ലെ, ഒരുപാട് കടമുള്ള ഒരു ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനനുസരിച്ച് കൂടുതൽ റിട്ടേൺ അവിടെ വേണ്ടി വരും, അവരുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. So how can we calculate the market value, that is EBIT divided by overall cost of capital? You know EBIT, we already discussed what is EBIT, divided by overall cost of capital, that is EBIT divided by KO will give you market value of the firm. So what about the value of equity? Market value of firm minus market value of debt. Here is the difference. This is the difference. We said that net income approach, net operating income approach is the just opposite of net income approach. So value of equity equal to V minus T. Then the cost of equity equals net profit divided by S. That is, S is the value of equity. So these are the three equations used to calculate net operating income approach. Okay. I'll show you an example. You listen. You look here. In the first case, okay. Here in the first case there is 20% debt. Second case there is 35% debt. In the third case it is 50% debt. It is increasing. The EBIT there is no change. It is 4 lakh, 4 lakh, 4 lakh. The overall cost there is no change. That is KO is 10% in all cases. So the value of the firm, that is 40 lakh, there is no change. Then debt, with the increase in debt, the cost of debt will increase. That is the net value
Then you just look at the last one. What is the cost of equity? Here it was 10.22. Then it reduced to 10.42. Then it increased to 10.42. Again it increased to 10.67. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റിലും കോസ്റ്റ് ഓഫ് ഓവറോൾ കോസ്റ്റിലും വ്യത്യാസം വരില്ല.